ഹായ്. അപ്പോൾ നമ്മളെ ബിഗ് ബോസ് സീസൺ 7 ലാസ്റ്റ് എവിക്ഷൻ ഇന്നലെ രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നൂറയായിരുന്നു ഔട്ടായത്. മിഡ് നൈറ്റ് എവിക്ഷനിലൂടെയാണ് ഔട്ടായത്. അപ്പോൾ മിഡ് നൈറ്റ് എവിക്ഷനിലൂടെ ഔട്ടായ നൂറ എന്തുകൊണ്ട് ഈ ഒരു ടോപ്പ് 5 എത്താണ്ട് ഔട്ടായി എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ ഒരു വ്യക്തികളും ഇന്നേ വരെ ടോപ്പ് 5 കയറാണ്ടിരുന്നിട്ടില്ല. ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ നോക്കുവാണെങ്കിൽ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ ഒരാൾ പോലും ടോപ്പ് 5 കയറാണ്ട് ഇതുവരെ ഔട്ടായിട്ടില്ല എന്നാണ് ഞാൻ ഈ സീസൺ 7 വരെ കണ്ടതിൽ വെച്ചിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ നൂറയും ആദിലയും ഔട്ടാവാനുള്ള ചാൻസ് അവർ തന്നെയാണ് അവരെ കുഴി തോണ്ടി വെച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് റീ എൻട്രി ആയിട്ട് വന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ട് മനസ്സിൽ വിഷം കുത്തി വെച്ച് അത് ഹൗസിനുള്ളിൽ എന്താ പറയണ്ടേ കാണിച്ചിട്ടാണ് അവർ ഔട്ടാവാനുള്ള മെയിൻ റീസൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോൾക്കെതിരെ ഒരു അലിഗേഷൻ വന്ന ആ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഔട്ടാവാൻ ചാൻസ്. കാരണം അതിലൂടെ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞത് ഇല്ലാത്ത കാര്യങ്ങളും അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കാര്യമാണ് ഇതിൽ മെയിനായിട്ട് ഉണ്ടായത്. ഈ നൂറ പോലും ഔട്ടാവാനുള്ള എന്താ പറയേണ്ട കാര്യം ഈ ഒരു അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു വീഡിയോ ജനങ്ങളിലെല്ലാം എത്തിയിട്ടാണ്. അല്ലെങ്കിൽ 100% ടിക്കറ്റ് ടു ഫിനാലെ അല്ല ടോപ്പ് 5 എത്തേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ കണ്ടസ്റ്റൻ്റ് ഇത്ര വേഗം ഔട്ടാവാനുള്ള ചാൻസ് ആ നടന്ന ബിഗ് ബോസിനുള്ളിൽ നടന്ന കാര്യങ്ങളും എല്ലാം ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 95 ദിവസമെല്ലാം നിന്നൊരു വ്യക്തികൾ ഈ റീ എൻട്രി വന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാണ്ട് അവർ ഇത്രയും ദിവസം എങ്ങനെയാണോ നിന്ന് ആ രീതിയിൽ തന്നെ നിൽക്കണമായിരുന്നു. ഈ പുറത്തുനിന്നുള്ള അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം അത് കേട്ടിട്ട് അതിലൂടെ പ്രവർത്തിച്ചിട്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ നൂറ എന്നൊരു കണ്ടസ്റ്റൻ്റ് ഔട്ടാവേണ്ട കണ്ടസ്റ്റൻ്റ് അല്ല. ആ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷമാണ് നൂറയുടെ പല ഇതും മാറിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടിഷ്യൂൻ്റെ അത് ജനങ്ങളിൽ എത്തിയ ആ രീതി വെച്ച് നോക്കുവാണെങ്കിൽ ആദിലയും നൂറയും ചീപ്പ് ഗെയിമാണ് കളിച്ചതെന്നുള്ള ഒരു ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും കാലം നമ്മൾ ഇവർക്കെല്ലാണോ സപ്പോർട്ട് കൊടുത്തതെന്നുള്ള ആ ഒരു ഇത് വന്നു പോയി. അതുകൊണ്ട് മാത്രമാണ് ഇന്നലത്തെ എവിഷനിൽ നൂറ ഔട്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ എന്ത് പറഞ്ഞാലും നമുക്കതിനോട് യോജിക്കാൻ പറ്റൂല. കാരണം ഇത്രയും കാലം നല്ല വോട്ടിങ്ങോടെ മുന്നിൽ വന്ന നൂറ ഒരു ദിവസത്തെ ആ ഒരു 2 ദിവസത്തെ പ്രവർത്തനം വെച്ചിട്ടാണ് ഈ പറഞ്ഞ എവിക്ഷനിലേക്ക് പോയത്. ജനങ്ങളെ മനസ്സിൽ നമ്മൾ നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുന്ന അങ്ങനെയുള്ളതല്ല. ജനങ്ങൾ എന്താ പറയണ്ടേ കാണുന്നുണ്ടാവൂലേ ഈ സീസൺ മുഴുവൻ അവർ കണ്ടിട്ട് അവർ വിലയിരുത്തിയിട്ടല്ലേ അവർ വോട്ട് കൊടുക്കുക. അപ്പം ഇവരുടെ പ്രവൃത്തിയാണ് അതിൽ മെയിൻ ഒരു കാരണം ആദില ചെയ്തു വെച്ചൊരു പ്രവൃത്തിയാണ് നൂറ ഔട്ടാകാനുള്ള കാരണം.